മാമോ ഓ എവിടെ വാ ഇതാടാ മാമന്റെ പേരിൽ ഒരു കേസ് ആവും കേട്ടോ. അയ്യോ കേസ് ആവുന്നതിന് വഞ്ചന കുറ്റത്തിന്. അമ്മേടെ മക്കളെ ഞാൻ ഇതുവരെ ആരെയും വഞ്ചിച്ചിട്ടൊന്നുമില്ല. ഉറപ്പില്ലേ? ഓ ഉറപ്പ്. ചെറുക്കന്റെ കല്യാണത്തിന് പെണ്ണാണാൻ നടന്നിട്ട് മറ്റേ ബ്രോക്കറിന്റെ പൈസ കൊടുത്ത. ഓ തുളസി അത് തന്നെ അറിയായിരുന്നല്ലേ? എന്നിട്ട് ഞാൻ തഞ്ചത്തില് പറഞ്ഞു ഒപ്പിച്ച്. എന്നാ പിന്നെ കൊടുക്കാനുള്ള കാശ് ഇവിടെ നിനക്ക് തഞ്ചത്തിൽ കൊടുത്താ പോയി. ഇതാണ് ഞാൻ മാമന്റെ തഞ്ചത്തിൽ ഒരു കാര്യം പറയാത്തത്. മാമ എത്ര പെട്ടെന്ന് തഞ്ചത്തിലേക്ക് പൈസ കൊടുക്കാൻ നോക്ക്. അവൻ സ്റ്റേഷനിൽ വന്നാടേ. എന്നെ വിളിച്ചിരുന്നു, അവനെ വിളിച്ച് കിട്ടണില്ലെന്ന് പറഞ്ഞു. എന്റെ ഫോൺ കംപ്ലൈന്റ്. അല്ല മാമന്റെ ഫോൺ കംപ്ലൈന്റ് അല്ലല്ലോ. അല്ല എന്റെ ഫോൺ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് നിനക്ക് എന്നെ രക്ഷിച്ചൂടെ? ഞാൻ സേവ് ചെയ്യണം. ഞാൻ സോറി മാമ, അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ യൂണിഫോം ഇടുമ്പോൾ കള്ളം പറയില്ല. എടാ യൂണിഫോം ഊരി വെച്ചിട്ട് പറയടാ മക്കളെ. എന്നാ പിന്നെ ഇപ്പൊ ഊരി, ഞാൻ ഇപ്പൊ വീട്ടിൽ പോട്ടോ. അവന്റെ വീട് അറിയാമോ? എന്നാ പിന്നെ നേരിട്ട് പോയി പറ, അതാണ് നല്ലത്. കൊള്ളാം മാമ. ഇനി എന്നെ വിളിക്കാതെ ഞാൻ പറഞ്ഞു കൊടുക്കും മാമ ഇവിടെ ഉണ്ടെന്ന്. എടാ അങ്ങനെ പറയില്ലേ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയെന്ന് പറഞ്ഞാൽ മതി. വേറെ എവിടെയെങ്കിലും പോയെന്ന്? അപ്പൊ കൊടുക്കണില്ല. എടേ പൈസ കൊടുക്കാം, ആദ്യം ചെറുക്കന്റെ കല്യാണം ഒന്ന് കഴിയിട്ട് അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ നുള്ളി പറക്കി കൊടുക്കാം. നുള്ളി പറക്കി കൊടുക്കും. അവന്റെ കിട്ടുന്ന പൈസ വാങ്ങിച്ച് കൊടുക്കാനായിരിക്കും. പെട്ടെന്ന് കൊടുത്തോ, ഞാൻ പറയും പോയി. മരുമോനെ മാമനല്ലടാ ഏട്ടാ. ഓക്കെ കൊല്ലാപ്പോഴൊന്ന് വീണ നോക്കണേ. അമ്മ നമുക്കേ എന്താടാ കാര്യം പറ. അമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച അമ്മ ഒന്നും കേൾക്കുന്നില്ലായിരിക്കുന്നു. അമ്മ നമുക്കേ എടാ നീ പറയടാ. അമ്മ മൂളെങ്കിലും ചെയ്യാൻ പറ്റിയൊന്ന്. അതേടാ ഈ തീയുടെയും പുകയുടെ ഇടയ്ക്കിരുന്ന് ഞാൻ ഇനി മൂള. നീ എന്താന്ന് വെച്ചാ കാര്യം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോസുമേ. അമ്മ നമുക്കേ അല്ല ഞാനതൊരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാ. അമ്മ നമുക്കേ എന്റെ കല്യാണത്തിന് ഈ പറമ്പ് മൊത്തം പന്തലിടണം. എന്തിനാടാ? 100 പേര് കൂടുതലായാലും നിന്റെ അച്ഛൻ വിളിക്കാൻ പോകുന്നില്ല. അത് നീ വീട് മൊത്തം എന്തിനാ നീ പന്തലിടുന്നത്? 100 പേരോ? എന്റെ കൂട്ടുകാരെ 10-200 പേരാണോ അമ്മച്ചി? ബെസ്റ്റ്. നീ അച്ഛനോട് പോയി പറ. അതെന്താ വർത്താനമ്മ അങ്ങനെ പറയുന്നത്? അമ്മ പറഞ്ഞു കേട്ടോ, എന്റെ കല്യാണത്തിന് 100 പേരെ വിളിക്കത്തോളന്ന് വെച്ചാൽ അതൊന്നും പറ്റത്തൊന്നുമില്ല. പറ്റൂലേ? നീ പിന്നെ ഇവിടുത്തെ പ്രമുഖനാ? അതാ നിന്റെ അച്ഛൻ ഇവിടുത്തെ പ്രമാണിയാ? ഞാൻ അച്ഛൻ പ്രമാണി തന്നെ, ഞാനും പ്രമാണി തന്നെ. ഞാൻ പ്രമുഖനും തന്നെ. ഇപ്പൊ എന്തിന്റെ കുഴപ്പം? പിന്നെ എന്റെ കല്യാണത്തിന് 100 പേരെ വിളിക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പൊ ചെന്നോ അപ്പച്ചി ഉണ്ടാക്കണത്? കുറച്ച് അവലോസുണ്ട ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി വറക്കടാ. അയ്യോ എനിക്ക് കുറച്ച് പൊടി മാറ്റി വെക്കണം അപ്പച്ചി. എനിക്ക് പഞ്ചസാരയും ചായ ഒക്കെ ഒഴിച്ച് കുടിക്കാം. ഞാൻ ചോദിച്ചതിന് മറുപടി പറയണേ. എന്താണോ എന്ത്? എന്റെ കല്യാണത്തിന് 100 പേരെ വിളിക്കാൻ പറ്റത്തില്ല. മിനിമം 1000 പേരെങ്കിലും വിളിക്കണം. 1000 വിളിക്കാൻ പോണത് ഈ സിനിമ കാണണം. 1000 പേര് കല്യാണത്തിന് എന്നെ കണ്ട സിനിമ കണ്ടിട്ട് തോന്നുന്നില്ലേ? അങ്ങനൊന്നും അല്ലേ. ഇപ്പൊ തന്നെ സ്വാസികര കല്യാണത്തിന് 1000 പേര് വിളിച്ചു. ഇയാളെ കണ്ടു? ഇയാൾ പോയിരുന്നോ? പോയില്ല. ഫോട്ടോ മനസ്സിലായല്ലോ. എന്റെ അതൊക്കെ വിട്. എന്റെ കല്യാണത്തിന് 1000 പേര് വിളിക്കണമെന്ന് പോടെ അപ്പച്ചി. അത് ടേസ്റ്റോക്കാരായ അപ്പച്ചി. ഞാൻ പറഞ്ഞ മനസ്സിലായി ഭൂതമേ. എന്തോന്ന് വേണം നിനക്ക്? ചെറുക്കാൻ നിനക്ക് എന്തോ അടുക്കള ചൂടടിച്ചിട്ടാണ് ഇപ്പൊ മോഹം കഴിയും. എനിക്ക് അടുക്കള ചൂടടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അപ്പച്ചി അത് ടേസ്റ്റ് നോക്കട്ടെ അപ്പച്ചി. തട്ടി വാരി കിട്ടിട്ടോടുമ്മ. അയ്യ എവനെന്ത് കല്യാണം 1000 പേരെ കൊണ്ട് വിളിക്കും. അപ്പച്ചി അത് നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടോ. നിനക്ക് വേറൊരു പണിയില്ലേ ചെറുക്ക? അതായത് പിടിച്ചെങ്ങോട്ട് എന്ത് ഇവിടെ ഇളക്കിക്കേ. അയ്യ ഇളക്കാൻ അത് സിമ്പിൾ ആയിട്ട് ഞാൻ ഇളക്കായിരുന്നല്ല. ഇളക്കാൻ പിന്നെ നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ പരിസരത്ത് ആരും. ഓ എനിക്കിട്ട് വെച്ചതാണല്ലേ. നീ ഇളക്കല്ല, അത് കരിഞ്ഞു പോകും. തുളസി ഞാനാ. അത് പിന്നെ ഈ ഫോൺ പിള്ളേരെടുത്ത് കളിച്ചിട്ടേ അതാകെ കംപ്ലൈന്റ് ആയിരിക്കാം. ആരാ വിളിച്ചെന്ന് അറിയാൻ പറ്റൂല. അല്ല പിന്നെ ഞാൻ നിന്റെ കോൾ വന്ന് എടുക്കാതിരിക്കുവോ? അല്ല ഇടേ നീ ശിവന്റെ അടുത്ത് എന്തോ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞൊന്ന് കേട്ട്. പിന്നെ ഇതിന്റെ ഒരു തമാശ പോളെ അവിടുന്ന്. അല്ല ഞാൻ പറഞ്ഞ നീ ഇനി ആരുടെ അടുത്ത് പറയാതിരുന്നു ഞാൻ നീ പറഞ്ഞൊക്കെ ഞാനും കേൾക്കാം. ചായ്പ വാടകയ്ക്കാ? അല്ലടേ ഈ വാടകയ്ക്കെന്ന് പറയുമ്പോഴേ അതെങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇതെന്തൊരു ശല്യം ഇത്. അയ്യോ അല്ല ഇവിടെ 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 പറഞ്ഞത് തുളസിയല്ല, ഇവിടെ പറമ്പിലൊരു കിളി വന്ന് ശല്യപ്പെടുത്തുന്നു. അതിനെ ഓടിച്ചു വിടും. പറഞ്ഞു തുളസി. അല്ലേ വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇവിടെ എന്ത് 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 പ്രശ്നം എന്ത് നിനക്ക്? എന്തുവാ? അത് മറ്റേ ബ്രോക്കർ തുളസി വിളിച്ചത്. അവന്റെ വീട്ടിലെ ചായ്പ് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിന് പുള്ളിയുടെ വീട്ടിലെ ചായ്പ് വാടകയ്ക്ക് കൊടുത്തതിന് അച്ഛൻ എന്തിനാ വിളിക്കുന്നത്? അല്ല എന്റെ പരിചയത്തില് ചായ്പ് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി വിളിച്ചതാ. അതെ,
എന്താ ഉടായിപ്പ്? എന്താ കാര്യം? എന്താ ശരിക്കും കാര്യം പറ. ചേടാ ഞാൻ പറഞ്ഞില്ലേ കൊച്ചേ, അതിനാണ് വിളിച്ചതവൻ. ശരിക്കും അച്ഛൻ ചായപ്പ് ഇവിടുത്തെ ചായപ്പല്ലേ വാടകയ്ക്ക് കൊടുക്കാൻ പോന്നെ? പിന്നെ ഒരു ഉടായ്പും ഇല്ലെങ്കിൽ അച്ഛൻ എന്തിനാ എന്നെ കണ്ടപ്പോഴത്തേക്കും ഫോണും കൊണ്ട് മാറിപ്പോയെ? അല്ല അത് റേഞ്ച് ഇല്ലാത്തോണ്ട്, അതുകൊണ്ടല്ലേ. ഇവിടെ റേഞ്ച് കിട്ടില്ലല്ലോ മോളെ. അയ്യോ അച്ഛൻ ഈ കള്ളത്തരൊക്കെ ഈ വീട്ടിൽ ബാക്കിയുള്ളവരോട് ഇറക്കിയാൽ മതി, എന്റെ അടുക്ക് ഇറക്കണ്ട. എനിക്ക് മനസ്സിലായി എന്താ ഉടായ്പുണ്ടെന്ന്. ഇവിടെ എന്തോന്നൂടാ ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട്. ചായപ്പ് വാടകയ്ക്ക് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വിട്ടേരെ. എന്ത് ചായപ്പ് വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു പ്ലാൻ നടക്കുന്നു. അച്ഛൻ പറഞ്ഞു? അച്ഛൻ എന്നോട് പറഞ്ഞില്ല, പക്ഷെ നമ്മുടെ മറ്റേ ബ്രോക്കർ തുളസിയങ്ങളില്ലേ, തുളസിയങ്ങളിനെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അത് ചുമ്മാ പറഞ്ഞേ. ചായപ്പ് ഞാൻ എടുക്കാൻ വേണ്ടിയിരിക്കുകയല്ലേ. ചായപ്പ് എനിക്ക് ഒരാവശ്യത്തിന് വേണ്ടി എടുത്തു വെച്ചേക്കല്ലേ. ചേട്ടൻ എന്തോ ആവശ്യം ചായപ്പ് കൊണ്ട്? ലാബ് തുടങ്ങാൻ വേണ്ടിട്ട്. എന്തോ ലാബ്? മൃഗങ്ങളുടെ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ബ്ലഡും എക്സ്റേ ഒക്കെ എടുക്കാനുള്ള ലാബ്. ചേട്ടൻ ഒന്ന് പോയേട്ടാ, ചുമ്മാ തമാശ പറയാതെ. ഞാനത് പണ്ടേ നോക്കി വെച്ചിരിക്കുക. എനിക്ക് ഒരു പാർലറും പിന്നെ ഇൻഡിപെൻഡന്റ് ഡിസൈനർ ബൊട്ടിക്കും ഒക്കെ തുടങ്ങാൻ വേണ്ടിട്ട്. ഡിസൈനിങ് ഞാൻ തമാശ കളിക്കല്ലേ ഏട്ടാ? ഒരു തമാശയല്ല, ഞാൻ തുടങ്ങാൻ വേണ്ടി വെച്ചേക്കണത്. ഒന്നുമില്ല, അവിടെ തുടങ്ങുവാണെ ഞാനാ തുടങ്ങത്തുള്ളൂ. ഞാൻ ഇത് പണ്ടേ തീരുമാനിച്ചല്ലേ. ഓ വാശിയാണോ? ആ വാശി തന്നെ. ഞാനും പണ്ടേ തന്നെ തീരുമാനിച്ചതാ. നീ എന്ന് പണ്ട് തീരുമാനിച്ചു? ഞാൻ പണ്ടങ്ങ് കാണാലോ പിന്നെ. പിന്നെ കാണാം. ഓ അയ്യോ സൂര്യായ ഇല്ലല്ലോ കണ്ണാ. എപ്പാവും? കുറച്ചും കൂടെ സമയം പിടിക്കും. ആവുമ്പോ അമ്മമ്മ വിളിക്കാം കേട്ടോ കണ്ണനെ. എനിക്ക് അലോസോടി വേണം, വിശക്കുന്നു. ആഹാ, കണ്ണന് പാല് കുടിച്ചില്ലേ രാവിലെ? എനിക്ക് അലോസോടി മതി. പാല് കുടിച്ചു കഴിഞ്ഞിട്ട് വേണ്ട ഇതൊക്കെ കഴിക്കാൻ. അമ്മേ, ചായപ്പ് വാടകയ്ക്ക് കൊടുക്കാൻ അച്ഛന് പ്ലാൻ ഉണ്ടോ? ഈ മരപ്പട്ടിയും പാമ്പും ഒക്കെ ഉള്ള ചായപ്പ് എന്തിനാ അങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നതിന്? അതിന് മരപ്പെട്ടി ഉണ്ടാവും മാത്ത്. നീ ഒന്ന് ചുമ്മാ ഇരിക്കുവോ? അതെ, അങ്ങനെ എങ്ങാനും പ്ലാൻ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കാൻ പറയണം. ആ ചായപ്പ് കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. നിനക്കെന്തിനാണ് ഈ ചായപ്പ്? ഉറങ്ങണമെങ്കിൽ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങിയാ പോരെ? നീ എന്തിനാണ് ചിരിക്കുന്നേ? നീ എന്തിനാടി ചുമ്മാ ഇവന്റെ മേലെ കുതിര കയറുന്നേ? വീണ്ടും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചിരിതാണല്ലോ. വാങ്ങും ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന്. അമ്മേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അച്ഛനോട് പറഞ്ഞേക്കണം ചായപ്പിന്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന്. ഏതായാലും അച്ഛനും മോളും കൂടെ ആ ചായപ്പിന്റെ പേരിൽ ഇനി കിടന്ന് കുസ്തി പിടിക്കണ്ട. അതിന് വേറെ ആവശ്യക്കാരുണ്ട്. ഇനിയും വേറെ ആവശ്യക്കാരോ? അതാരാ? ഞാനും ആശയും സിന്ധു. നിങ്ങൾക്ക് എന്തിനാ ചായപ്പ്? എടി, ഞങ്ങളൊരു തയ്യൽ യൂണിറ്റ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോ? അത് കുറച്ചു കാലമായി. ആഹാ, അത് കൊള്ളാം. സ്വന്തം മോൾ ഇവിടെ ഉള്ളപ്പോഴത്തേക്കും അമ്മായിയമ്മയും മരുമോളും അപ്പുറത്തെ പ്രദൂഷണക്കാരി സിന്ധു ചേച്ചിയും കൂടെ തയ്യൽ യൂണിറ്റ് തുടങ്ങാൻ പോകുന്നല്ലേ? എടി, ഇത് ഞങ്ങൾ പണ്ടേ പ്ലാൻ ചെയ്ത കാര്യമാണ്. ആ സുഗതൻ ലീവിന് വരുമ്പോഴേ അയാൾ കുറച്ച് പൈസ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ പറമ്പ് നമ്മുടെ ആയത് കാരണം നമ്മൾ ഇതിനൊന്നും കൊടുക്കണ്ട. പ്രോഫിറ്റ് ഈക്വലി അങ്ങ് ഷെയറും ചെയ്യും. കാണാം, നമുക്ക് പ്രോഫിറ്റ് എല്ലാരും കൂടി ഈക്വലി ഷെയർ ചെയ്യുന്നത്. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ തുടങ്ങാം. പിന്നെ നിന്റെ അനുവാദം ആർക്ക് വേണം ഇവിടെ? ഒരു ചായ്പും ഉണ്ട്, ഇവിടെ 150 പേരും ഉണ്ട്. നന്നായിട്ട് എഴുതും മക്കളെ. എത്ര കട്ടി എഴുതിയതിന്റെ ഇതൊക്കെ തീർന്നു പോവും. തീർന്നും പോയില്ല. വലുതാക്കി എഴുതും, നല്ല വലുതാക്കി എഴുതും. തീർന്നു വായിച്ചാൽ വാങ്ങിച്ചു തരാം. വേറെ വാങ്ങിക്കാം. നല്ല വലിയ ഇതിലാണ് എഴുതുന്നത്. ഇത് കുറച്ചുകൂടെ കട്ടി വേണം മക്കളെ. എത്ര കട്ടി പോരെ? കുറച്ചുകൂടെ കട്ടി വേണം. ഇത് കഴിയട്ടെ. നന്നായിട്ട് എഴുതും മക്കളെ. എന്തോന്നറിയാ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ ഈ ഇത് കാണിക്കണത്. ആ പൈങ്കിളി ഇവിടെ ബ്യൂട്ടി പാർലർ തുറക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അളിയ ഉടനെ ഇതൊക്കെ എഴുതിക്കൊണ്ട് ഇവിടെ കൊണ്ടുവയ്ക്കേണ്ട കാര്യം എന്താണ്? പൈങ്കിളി ബ്യൂട്ടി പാർലർ തുടങ്ങണേ? ഓ, പൈങ്കിളിയല്ല ബ്യൂട്ടി പാർലർ തുടങ്ങണേ. ഞാൻ ലബോറട്ടറി തുടങ്ങാൻ പോകുന്നു ഇവിടെ. അളിയ അപ്പൊ അവളെവിടെ പോയി ചെയ്യും? അവള് വേറെ എവിടെയെങ്കിലും പോയി ചെയ്യാൻ പറ. അപ്പൊ അളിയ ഇപ്പം ഓഫീസിലൊന്നും പോണില്ലേ? ഓഫീസിന്റെ കൂടെ ലാഭം കൊണ്ടു. അത് തന്നെ. ചുമ്മാ ഇരി അളിയ, നടക്കണ കാര്യമൊന്നുമല്ല. മക്കളെ ഇത് എഴുതല്ല, നീ ചുമ്മാ ആത്തരപ്പോ നടക്കാതെ മക്കളെ എഴുതും. മക്കളെ അളി എന്താണ് എന്തിനാണ് ഇങ്ങനെ ചുമ്മാ ഈ തർക്കിക്കാൻ നിൽക്കുന്നത്? ഇതൊക്കെ എന്തോന്നാണ് ഇതൊക്കെ ചുമ്മാ? വിട്ടാണ് വെറുതെ അളിയ ഇങ്ങോട്ട് നോക്കളി. എന്താണ് അളിയ എന്തിന് വാശി കാണിക്കുന്ന? ചുമ്മാ മക്കളെ നിർത്ത്, ചുമ്മാ എഴുതല്ലേ. നീ ചുമ്മാ എടുക്കണ. അവള് എഴുതട്ടെ, അവൾക്ക് പഠിക്കാനുള്ളതാണ് എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട്. കൊച്ചു പഠിക്കട്ടെ, എനിക്ക് അതിന് പ്രശ്നമില്ല. ഇത് ഈ സ്ഥലം നമ്മൾ പറഞ്ഞില്ലേ അളിയാ? സ്ഥലം നമ്മള് ഒരു കാര്യം പ്ലാൻ ചെയ്ത അവള് എവിടെ പോയി പാർലർ തുടങ്ങും? അവള് ചുമ്മാ കാര്യമായിട്ട് പറയുമ്പോ പിന്നെ കീറി ഏതൊന്നും വേണ്ട അളിയാ. ചുമ്മാ ഇതൊന്നും വേണ്ട. അതും കീറിയാടാ നീ?
അത് കീറിയില്ല കൊടുത്തു വിട്ട്. നിന്നെ കൊടുത്തു വിടാൻ വേണ്ടിട്ടല്ല ഞാൻ ഇത് ഇവിടെ എഴുതി ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയില്ല വെച്ചത്. അളി എന്താ അളി ഞാൻ മലയാളത്തിൽ അളിയൻ്റെ കാര്യം പറഞ്ഞത്. നീ മലയാളത്തിൽ പറഞ്ഞിട്ട് അപ്പം നീ ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞ ഗുഡായിസോ നീ പാടാൻ തൊട്ടാ വെട്ടുകളയുണ്ട് കൈ പോടുന്നു. എന്റെ വായി നല്ല കൈ കൈയൊക്കെ വാങ്ങി തുടങ്ങിയ എന്റെ കയ്യെ വെട്ടുവോ? ആ. നിങ്ങൾ വെട്ടുവോ? വിട്ടും പോലും സാറ്റോ പറ്റോ? നിങ്ങൾ പേപ്പർ എഴുതുന്ന സാറ്റ് കളിക്കുന്നത് ഇവിടെ ലാബ് തുടങ്ങാൻ പോണം, ലബോറട്ടറി തുടങ്ങാൻ പോണം പെറ്റ്സിന്റെ. എവിടെ? ഇതിനകത്ത് ഇവിടെ ലബോറട്ടറി തുടങ്ങാൻ പറ്റത്തൊന്നുമില്ല. അത്രേ ഉള്ളൂ. അത്രേ പറഞ്ഞോളൂ, ഞാനും പറഞ്ഞോളൂ. ഇവിടെ ലബോറട്ടറി തുടങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ചേട്ടത്തിയും അമ്മയും സിന്ധു ചേച്ചി കൂടെ തയ്യൽ മിഷന്റെ യൂണിറ്റ് തുടങ്ങാൻ പോകുന്നു. അങ്ങനെ കത്തിക്കും ഞാൻ എങ്കിൽ കത്തിക്കും. ഇയാളെ കൈ ഞാൻ വെട്ടും. നീ വെട്ടുവോ? വെട്ടും. എന്റെ കൊള്ളാം. ഇളയ അളിയന് മൂത്ത അളിയനും കൂടെ കൈ മാറി. നിങ്ങൾ എന്റെ കൈ നോക്കി വെച്ചേക്കാണ്. നോക്കി വെച്ചിരിക്കും. ചേട്ടാ വെട്ടണോ? വിട്ടു. ആ പോടാ പറയണെങ്കിൽ ഇവിടെ തുടങ്ങണമെങ്കിൽ ഇവിടെ ബ്യൂട്ടി പാർലർ തുടങ്ങും. കേട്ടാ ഓ വെട്ട് പോലെ കാണണമല്ലോ. ഒരു കാര്യം ഞാൻ പറയണ്ട, എനിക്ക് പറയാനുണ്ട്. നിയമം വെച്ച് വണ്ടി ഓടിച്ച ചെറുക്കനെ പറ്റിയടിക്കാൻ വേണ്ടി അവന് മസാല വെച്ച് പിടിച്ചു. ഒരു പോലീസുകാരനാണ് നീ കളിച്ച കേട്ടോ. നീ ഓകി വെച്ചോ. പിന്നെ പോലീസുകാരികള് പോലീസുകാർ നിൽക്കുന്നു. ഇത് ചേട്ടാ ചേട്ടാ കാണാം. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആക്രാന്തം കുറച്ചുകൂടെ മനുഷ്യ. കുറച്ച് ആക്രാന്തം കുറയ്ക്കാൻ മേലേന്ന്. ആക്രാന്തം കുറയ്ക്കാൻ ഞാൻ വാരി വിളിച്ച് ഫുഡ് കഴിക്കാറില്ലല്ലോ. ഫുഡിന്റെ കാര്യമല്ല പറഞ്ഞേ, പിന്നെ കാശിന്റെ കാര്യം. കാശിന്റെ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി ആക്രാന്തമൊക്കെ ഉണ്ട്. നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് മനുഷ്യ ആ ചായപ്പ് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചേ? ചേടാ എന്റെ പറമ്പിൽ ഒരു സാധനം വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ പഞ്ചായത്ത് ഓഫീസ് പോയിട്ട് പെർമിഷൻ വാങ്ങിക്കണോ? അല്ല അറിയാൻ മേലെന്ന് ചോദിക്കാം. ഞാൻ നിങ്ങളുടെ ആരാ? ആരാ? നിങ്ങളുടെ ഭാര്യ. ഭാര്യ. മനുഷ്യന് ഒരു സ്വൈരവും തരാതെ 24 മണിക്കൂർ ഭർത്താവിനെ ഭരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭാര്യ. നിങ്ങളുടെ പോലെ സ്വഭാവമുള്ള ഒരു ഭർത്താവാണ് പിന്നെ എങ്ങനെ ഭാര്യമാര് ഭരിക്കാതിരിക്കും? എന്റെ സ്വഭാവത്തിന് എന്താണ് ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല നിങ്ങളുടെ സ്വഭാവത്തിന്, അല്ലേ? ഒരു കുഴപ്പമില്ല. കുഴപ്പം നിനക്ക് നിന്റെ വീട്ടുകാർക്കുവാ. മനുഷ്യ എന്റെ വീട്ടുകാരെല്ലാം പറഞ്ഞോട്ടെ. അതെ, എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കാൻ സമയമില്ല. ചായപ്പ് വൃത്തിയാക്കാൻ തുളസി പറഞ്ഞ ആളിപ്പോ വരും. മറങ്ങോട്ട്. അതെ, ചായപ്പ് വൃത്തിയാക്കുന്നൊക്കെ ഓക്കെ. ആ തുളസി പറഞ്ഞ ആളെങ്ങാൻ ഈ വീട്ടിലോട്ട് വന്ന നിങ്ങൾ എന്റെ സ്വഭാവം അറിയും. നീ എന്നെ ഭീഷണിപ്പെടുത്തുന്ന? ഭീഷണിപ്പെടുത്താൻ എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ. നീ എന്തോ ചെയ്യും? കൂടുതൽ വെളച്ചിലെടുത്താണ്ടല്ലോ ഞാൻ എന്റെ 19ാമത്തെ അടവെടുക്കുവേ. കൊടിവീശി കാണിക്കും എന്ന് പറയുമായിരിക്കും. കൊടിവീശി തന്നെ കാണിക്കാൻ പോവാ, എല്ലാരും അറിയട്ടെ. പിന്നെ അത് നടക്കുകയൊന്നുമില്ല. അതെന്താ നടക്കാത്ത? ഞാൻ പിള്ളേടുത്ത് പറയും നീ ചുമ്മാ എന്റെ കാര്യങ്ങൾ മുടക്കാൻ വേണ്ടി നീ ഉണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് പറയും. പിന്നെ നിങ്ങൾ പറഞ്ഞ ഉടനെ പിള്ളേരങ്ങ് വിശ്വസിക്കുക. എന്റെ ഈ ഫോട്ടോയും വീഡിയോ ഉണ്ട്, അത് ഞാൻ അവരെ കാണിച്ചു. അത് ഞാൻ വല്ല നാടകമോ ഫാൻസി ഡ്രസ് ആണെന്ന് പിള്ളേരോട് പറഞ്ഞോളാം. നിങ്ങൾ നാടകം പിന്നെ അവരങ്ങ് വിശ്വസിക്കുക. ഒന്ന് പോ മനുഷ്യ, പോയി അത് ക്ലീൻ ചെയ്തിട്. പിന്നെ എനിക്ക് വേറെ ആവശ്യമുള്ളോ? അത് നമുക്ക് കാണാം. അതെ, നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. കേട്ടല്ല, ഒരു മാറ്റവും ഇല്ല. ഹലോ, ഒരു മിനിറ്റ് കേട്ടാ. ഹലോ, തുളസി അങ്കിളല്ലേ? അങ്കിളെ ഞാൻ പൈങ്കിളിയാ. അതെ തന്നെ, കുഞ്ഞുണ്ണിയുടെ മോള്. അല്ലങ്കിളെ ഒന്നുമില്ല, മറ്റേ ചാഹിപ്പിന്റെ എന്തോ വാടകയ്ക്ക് കൊടുക്കുന്നതിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. അതങ്ങളെ അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പം പ്രശ്നം ഈ മറ്റേ വാസ്തു ശാസ്ത്രമൊക്കെ നോക്കില്ലേ, നോക്കുമ്പോഴത്തേക്കും അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇത് കൈമാറിക്കൂടാ. അതെ, അതായത് വേറെ ആരെങ്കിലും ഇത് വാങ്ങുകയോ അത് ഉപയോഗിക്കുകയോ അതിൻ്റെ ഇടനിലക്കാർക്കോ ഇവർ എല്ലാവർക്കും ദോഷം വരും. ഞങ്ങൾക്ക് എങ്ങനെയാ ദോഷം വരാനാ? അത് നമ്മുടെ കയ്യിലാണല്ലോ സ്ഥലം. നമ്മുടെ സ്ഥലം ആയതുകൊണ്ട് ദോഷം വരത്തില്ല. വേറെ ആരെങ്കിലും വാങ്ങുകയോ ചെയ്താലാണ് ദോഷം വരാം. കഷ്ടമായിപ്പോയി. അല്ലല്ല, അച്ഛനറിയാം. അച്ഛൻ ഈ കാശിൻ്റെ കാര്യമെല്ലാം കൂടെ കേട്ടപ്പോൾ അത് മറന്നു പോയതാ.
പണ്ടേ ഞങ്ങളോട് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് അത് എവിടെ ഇട്ട ആർക്കും കൊടുക്കരുതെന്നൊക്കെ. ആ അങ്കിളെ, അല്ല ഞാൻ ഈ എടുക്കുന്നവർക്കൊന്നും ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. നോക്കി മതി. ശരി. നിനക്ക് നാണം ഉണ്ടോ? നിനക്ക് നാണം? സ്വന്തം വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്ത പറയേ. ഞാൻ വന്നപ്പോ നീ ഇവിടെ ഇല്ലായിരുന്നല്ലേ? ഞാൻ ഈ കല്ലിന്റെ ഇടയിൽ നിന്ന് പൊട്ടി മുളച്ചതാ ഇപ്പം. ആണല്ലേ? നിനക്ക് നാണം ഉണ്ടോ? നിനക്ക് വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്ത പറയാൻ നിനക്ക്? വീട്ടുകാരെ പറ്റി എന്തോ ഇല്ലാത്തത് പറഞ്ഞത്. ഞാൻ ആരെ പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആ ചായ്പ എനിക്ക് വേണം. എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ളതാണ്. ആണോ? അതിനു വേണ്ടി നീ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അയ്യോ എന്റെ പൊന്നെ, നല്ലൊരു മോൻ. നീ ഒന്നും പറഞ്ഞിട്ടില്ല, ആർക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടും ഇല്ല. എന്താ എന്ത്? എടാ നീ അവിടെ വെറുതെ ഈച്ച അടിച്ചിരിക്കുവല്ലേ എവിടെ? ലേഡി സ്റ്റോറില്. എന്റെ ജോലി കുറ്റം പറഞ്ഞ ഉറക്കം നീ നോക്കൂ. ഓ ഒന്നുകൂടെ പറയടി. ആ ഞാൻ പറയാം. ഫാൻസി സെന്ററിൽ വെറുതെ ഈച്ച അടിച്ചിരുന്ന അവിടുത്തെ മുതലാളിനെ ഓസി ജീവിക്കുന്ന ഒരു ഇത്തിൽ കണ്ണിയാണ് നീ. എന്റെ മൂക്കിത്തൊട്ടുണ്ടല്ലേ? നീ എന്റെ മൂക്കിത്തൊട്ടെ? നീ എന്താണ് എന്റെ മൂക്കിത്തൊട്ടെ? എന്റെ മൂക്കിത്തൊട്ടെ എന്തിനാ നിനക്ക്? നിനക്ക് മൂക്കിത്തൊട്ട് എന്തിനാണ്? മൂക്കിത്തൊട്ട് എന്തിനാടി? ഞാൻ വിളിച്ചു കൂവന്നാ ഇതെന്ത് പോസ്റ്റ് ഒട്ടിക്കണേ? ഒരുമാതിരി രാഷ്ട്രീയക്കാരി ചെയ്യുന്ന പോലെ വൃത്തിയായിട്ട് പരിപാടി ഒന്നും ചെയ്യരുത് കേട്ടാ. അച്ഛൻ അതിനെക്കാട്ടി ഉള്ള പരിപാടികളെ കാണിച്ചോണ്ടി. ഞാൻ എന്തോ കാണിച്ചെന്ന്? മാമൻ ബ്രോക്കറിന് പൈസ കൊടുക്കണ്ടേ? മാമൻ ബ്രോക്കറിന് പൈസ കൊടുക്കണം. അല്ലാതെ ഇവിടുത്തെ ചായപ്പടുത്ത് വാടകയ്ക്ക് കൊടുക്കല്ലേ? എന്റെ വീട് എന്റെ ചായ, ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും. നിനക്കെന്ത്? അങ്ങനെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് നിന്ന് പട്ടാള പറഞ്ഞു. ആ പട്ടാള പറഞ്ഞു തന്നെടായി. ക്യാപ്റ്റൻ കുഞ്ഞിനോട് പട്ടാള പറഞ്ഞു. എന്ത്? ഇല്ല ഇത് എനിക്ക് യോജിക്കാൻ പറ്റില്ല. മാമ ആ കാണിക്കാൻ അത് എനിക്ക് യോജിക്കാൻ പറ്റില്ല. നിന്റെ യോജിപ്പ് ഇവിടെ ആർക്ക് വേണോ? ഓ എന്റെ യോജിപ്പ് ആർക്ക് വേണോ? യോജിപ്പ് ഇവിടെ അത് ആർക്ക്? ശരിയല്ലല്ലോ. ഒട്ടിക്കാൻ പറ്റില്ല. എനിക്കിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, അല്ലെ മൃഗങ്ങളൊക്കെ വരുമ്പോ തുമ്മിയല്ല. തുമ്മും. ഇവിടെ കിളീരെ ഇവിടെ പാർലറല്ല പറഞ്ഞ ഇവിടെ പലരും തുമ്പും. ഇവിടെ എല്ലാത്തിനും ഞാൻ തുമ്പിക്കും. മാറിക്കോട്ട് ചുമ്മാ മിസ്റ്റർ കുഞ്ഞുണ്ണി, എനിക്ക് വന്നേ. ഞാൻ പിള്ളേരുടെ വൃത്തിയാക്കാനുണ്ടെന്ന് എനിക്കിവിടെ. പിന്നെ വൃത്തിയാക്കാം. ഇനി വന്നേ, ഞാൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയട്ടെ. വേഗം പറ, വാടകാരിപ്പ വരും. നിങ്ങൾ എന്താ നേരത്തെ എന്നോട് പറഞ്ഞേ? ഞാൻ നിങ്ങൾ കൊടി വീശുന്ന ഫോട്ടോ കാണിച്ചാൽ നിങ്ങൾ നുണയാന്ന് പറയും അല്ലേ? പറയും. വീഡിയോ കാണിച്ചാലും നിങ്ങൾ എതിർക്കും. ഉറപ്പായിട്ട് ഞാൻ എതിർക്കും. ആണല്ലേ? എങ്കിൽ ഞാൻ ഇതെല്ലാരും അങ്ങ് കാണിക്കാൻ പോവാ. ഇതെന്തോ കടലാസ്? ഇത് വെറും കടലാസ് ഒന്നും അല്ല. ഇത് നിങ്ങളുടെ സർവീസ് റെക്കോർഡിന്റെ കോപ്പിയാ. അല്ല ഇത് വെച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോണ്? ചെറിയൊരു കാര്യം ചെയ്യാൻ പോവാ. ഇതിന്റെ ഫോട്ടോ കോപ്പി എടുത്തേ ഞാൻ പിള്ളേർക്കൊക്കെ അങ്ങ് കൊടുക്കാൻ പോവാ. വേണ്ടല്ലോ, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എതിർക്കുമല്ലോ. ഇതും കൂടെ ഒന്ന് എതിർത്ത് കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ചായ് പെങ്ങാനും പുറത്ത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താല് പിന്നെ ഇതൊക്കെ ഞാൻ ഫോട്ടോ കോപ്പി എടുത്തേ ഇവിടെ ഒട്ടിക്കും. ഇവിടെ ഈ സ്പേസ് എന്റെ. അത്രേ ഉള്ളൂ. ലളിതേ, അച്ഛമ്മേനെ കണ്ടോ? ഇല്ല, ഞങ്ങള് കൊറേ നേരം ചപ്പുന്നു എന്തെങ്കിലും കഴിക്കാനിട്ടു. അമ്മേ ഒന്ന് വിളിയാ. അമ്മേ എന്തുവാ എല്ലാം കൂടെ കിടന്ന് അലക്കുന്നേ? ഞാൻ പറമ്പിലായിരുന്നു. എന്താ വേണ്ടേ? അമ്മ അച്ഛമ്മേനെ വിളിച്ച എന്താ പറഞ്ഞേ? അമ്മ അച്ഛമ്മേനെ വിളിച്ച എന്താ പറഞ്ഞെന്ന്? ഞാനൊന്നും പറഞ്ഞില്ലടി. അച്ഛമ്മ എന്നെ വിളിച്ച് ചീത്ത വിളിച്ചു, അറിയോ? എന്തിന്? എന്തിനൊന്നു? മറ്റേ സായിപ്പിന്റെ കാര്യത്തിൽ ഇനി മേലെ ഇടപെട്ട് പോകരുതെന്നും പറഞ്ഞുകൊണ്ട്. അത് സത്യമല്ലേ? അച്ഛനൊരു ലാബ് തുടങ്ങിയിരുന്നെങ്കിലേ നമുക്ക് എത്ര പെച്ചിനെ കാണായിരുന്നു. അപ്പൊ ചെന്നാലും മോശമായി അപ്പച്ചി. എടാ ഞാൻ വിളിച്ചില്ലടാ. ലളിതേ, എന്താ ഇങ്ങനെ ആയിരിക്കും വിളിച്ചു പറഞ്ഞേ? അതെ, ചായ്പിന്റെ കേസിൽ ഞാൻ പിന്മാറി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? പിന്നെ നീ എന്തിനാ അമ്മയെ വിളിച്ചു പറയാൻ പോയത്? ഞാൻ വിളിച്ച് പറഞ്ഞില്ല മനുഷ്യ. നീ അല്ല പിന്നെ ആരാണ് വിളിച്ചത്? എനിക്കറിയോ ആരാ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ തന്നെ ആയിരിക്കും വിളിച്ചു പറഞ്ഞത്. അച്ഛന് മൃഗശാപം കിട്ടും കേട്ടാ. എന്തിന്? മൃഗസംരക്ഷണത്തിന് വേണ്ടി കുറഞ്ഞ ചെലവിന് ഞാൻ തുടങ്ങായിരുന്ന ലാബാണ് അടച്ചു പൂട്ടിയത്. ഞാനൊന്നുമല്ല, നിന്റെ അമ്മയാ വിളിച്ചു പറഞ്ഞത്. ഇതേ മനുഷ്യ വെറുതെ ചുമ്മാ അതും ഇതും പറയരുത് കേട്ടോ. എടാ ഞാനല്ലടാ വിളിച്ചു പറഞ്ഞൊന്നും. നിങ്ങൾ കേട്ടോ ഞാൻ വിളിച്ചു പറയുന്നത്? നീ അല്ലടാ, നീ അല്ലേ? ആളെ ഇക്കാര്യത്തിൽ ഞാൻ എന്നെ വിശ്വസിക്കും. ഞാനല്ല, ചിലപ്പോൾ മാമനായിരിക്കും. ഞാനൊന്നും അല്ല കേട്ടോ. അച്ഛമ്മേരെ വിളിച്ചു പറഞ്ഞു. അച്ഛമ്മേരെ വിളിച്ചു പറഞ്ഞു. അതിനെ നമുക്ക് അറിയാനുള്ളത്. നിന്റെ മുഖത്ത് ചിരിയുണ്ട്. കള്ള 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 നീ നീ നീ
നീ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പോടെ പോകുന്നു വിളിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞൊന്നുമില്ല. യവൻ തന്നെ ഞാനൊന്നുമല്ല അച്ഛനെ വിളിച്ച് കുറെ ചീത്ത വിളിച്ചത് വെച്ചതേ ഉള്ളൂ. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആര് വിളിച്ചു പറഞ്ഞു? സംഭവം ഞാൻ പറഞ്ഞത് നിന്റെ അമ്മയാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണം. ഞാനൊന്നും അല്ലടാ. യവൻ തന്നെ പറഞ്ഞത്. അളിയുടെ അടുത്ത് ഞാൻ ഒരു തവണ പറഞ്ഞില്ല ഞാനത്. നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ അനിയൻ നിങ്ങളെ സംശയിക്കണം. എന്നെ ഒന്നും ചോദിക്കണം എന്തിന്? ഇവനായിരിക്കും പറഞ്ഞത്. ഞാനൊന്നല്ല പറഞ്ഞത്, ഈ ഉറക്കമായിരിക്കും പറഞ്ഞത്. അടിച്ചർക്കാരുടെ കുത്തു തന്നല്ലോ. ഞാൻ എന്തിനാ വിളിച്ച് പറയുന്നത്? നീയല്ലേ പറഞ്ഞത്? ആഹാ, എന്നാ പിന്നെ കാണാലോ. നീയല്ലേ പറഞ്ഞത്? നീയല്ലേ ചേച്ചി മുത്തശ്ശിയെ ആരത്തെങ്കിലും വിളിച്ച് പറഞ്ഞാലേ നമ്മളാണ് പറഞ്ഞതെന്ന്. ഏയ് മുത്തശ്ശി അങ്ങനെ ചെയ്യത്തില്ല പാവം. എന്നാലും ആരത്തെങ്കിലും പറഞ്ഞാലേ. എടാ മുത്തശ്ശീനെ വിളിച്ചിട്ടേ ഇതാരാ പറഞ്ഞുള്ള ചോദിക്കാനുള്ള ധൈര്യമില്ലേ ഈ വീട്ടിൽ ആരൊക്കെ ഇല്ല. അത് പേടിക്കണ്ട. എന്നാലും ഇവിടെ ലാബ് മതിയായിരുന്നല്ലേ? ലാബോ? ഒന്നിനു അതാകുമ്പോ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാല്ല. മൃഗങ്ങളെ എനിക്ക് തോന്നേ ബ്യൂട്ടി പാർലർ മതിയായിരുന്നു. അതാണെങ്കിൽ എനിക്ക് കുറെ മേക്കപ്പ് ഒക്കെ ചെയ്യാലോ. എന്റെ നേരത്തെ ചേച്ചി അവിടെ ചിങ്ങനല്ലല്ലോ പറഞ്ഞേ. എനിക്ക് ഇപ്പൊ തോന്നുന്നു ബ്യൂട്ടി പാർലർ മതിയായിരുന്നു. വേണ്ട, ലാബ് മതി. ബ്യൂട്ടി പാർലർ മതി. ലാബ് മതി. ബ്യൂട്ടി പാർലർ മതി. ഞാൻ ചേച്ചി എന്റെ അടുത്ത് മിണ്ടണ്ട. പിന്നെ എന്റെ അടുത്ത് മിണ്ടണ്ട. ഓ ആ എന്നാ ലാബെങ്കിൽ ലാബ് പോട്ട്. വേണ്ട, ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലർ വേണ്ട, ലാബ് മതി. ബ്യൂട്ടി പാർലർ മതി. എടാ ലാബ് മതി, കുഴപ്പമില്ല. മതി. ബ്യൂട്ടി പാർലർ വേണ്ട, ലാബ് മതി. ഇപ്പൊ ബ്യൂട്ടി പാർലർ മതി. ഏതെങ്കിലും ഉറപ്പിക്കിൽ. ഒന്നും വേണ്ട. ഒന്നും വേണ്ട.